ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടാമതായിട്ട് ഓൺലൈൻ വഴി ക്യാമറ വാങ്ങുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു കനോൺ ഫ്രാഞ്ചൈസിയിൽ ഞാൻ ഇന്നലെ പോയിരുന്നു. കാരണം എൻ്റെ ക്യാമറയിൽ ചെറിയൊരു സെൻസർ ഡസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ കുറച്ച് ഇരുണ്ടതായിരിക്കാം. മെയിൻ റീസൺ ഞാനിത് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് പോലെ ആണ് ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇരുണ്ടതാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പഴയ രീതിയിൽ തന്നെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ Canon 80Dയുടെ ഒരു ഫോട്ടോയിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയിൽ നോക്കിയപ്പോഴേ സൈഡിൽ 1-2-3 സ്പോട്ട്സ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഫംഗസ് ആകാം. അതായത് നിങ്ങൾക്കറിയാം, എൻ്റെ പഴയ 5D Mark III വാങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിൽക്കേണ്ടി വന്നു. കാരണം സെൻസറിൽ ഫംഗസ് വന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഉടനെ തന്നെ കൊണ്ട് ഇത് കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബാംഗ്ലൂർ തന്നെയുള്ള ഒരു ഞാൻ ഗൂഗിളിൽ നോക്കി എവിടെയാണ് Canon സർവീസ് സെൻറ്റർ ഉള്ളതെന്ന് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഫ്രാഞ്ചൈസിയുടെ നമ്പറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് എനിക്ക് എൻ്റെ ലൊക്കേഷൻ ഏറ്റവും അടുത്തായിട്ട് ഞാൻ കാണിച്ചത്. ഞാനപ്പോൾ ആദ്യം അവിടെയാണ് പോയത്. ഫ്രാഞ്ചൈസിയുടെ പേര് മാതാ ഇലക്ട്രോണിക്സ് എന്നാണെന്ന് തോന്നുന്നു. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മാതാ ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പോൾ ഇത് ബാംഗ്ലൂരെ ഒരു ഫ്രാഞ്ചൈസിയാണ്. ഞാൻ പൊതുവേ എല്ലാ ഫ്രാഞ്ചൈസികളും മോശമാണെന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസിയിൽ ഞാൻ ക്യാമറയുമായിട്ട് ചെന്നു. അപ്പോൾ നമ്മളങ്ങോട്ട് ചെറിയൊരു റൂമാണ്. എൻ്റെ ഈ റൂമിൻ്റെ അത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഫ്രാഞ്ചൈസി. അതും ഒരു മാർക്കറ്റിനുള്ളിലാണ്. ഫുൾ പൊടിപടലങ്ങളും കാര്യങ്ങളും നമുക്കുള്ളൊരു വലിയൊരു മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിനുള്ളിലാണ് ഈ ഫ്രാഞ്ചൈസി. അപ്പോൾ ഈ ഫ്രാഞ്ചൈസിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരാൾ ഒരു DSLR ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട്, മീൻസ് ഒരു 1500D ക്യാമറ എന്തോ ആണ്, അത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഒരു ടൂത്ത് ബ്രഷ് കൊണ്ട് അതിൻ്റെ പുറം ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, ടൂത്ത് ബ്രഷും കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻസർ എക്സ്പോസ്ഡ് ആണ്. മീൻസ് അവിടെ ഒരു ക്യാപ്പ് കൊണ്ടൊന്നും അടച്ചിട്ടില്ല. ചുമ്മാ ഇങ്ങനെ ഓപ്പൺ എയറിൽ, അതും അകത്തൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റൂമിൽ അല്ലെങ്കിൽ എയർ കണ്ടീഷൻഡ് റൂമിലോ ഒന്നും അല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ജസ്റ്റ് ഈ മെയിൻ ക്യാമറ ടെക്നീഷ്യൻസ് ഇരിക്കുന്ന റൂമിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറ ടെക്നീഷ്യൻസ് ഇരിക്കുന്ന റൂമിന് വാതിലോ എയർ കണ്ടീഷനോ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ബ്രഷ് കൊണ്ട് ക്യാമറയുടെ ഔട്ടർ ബോഡി ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കുകയാണ്. ആരോ ഒരാൾ കൊടുത്തിട്ട് പോയൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സെൻസറിന് ക്യാപ്പൊന്നും വെച്ചിട്ടില്ല. ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ ക്യാപ്പൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ പുറത്തു നിന്നുള്ള പൊടിയും കാര്യങ്ങളും, ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമില്ല, മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കയറും. ഇവർ പുറം ക്ലീൻ ആകുന്നതിനനുസരിച്ച് അകത്തോട്ട് പൊടി ഇഷ്ടം പോലെ കയറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സീൻ ഞാൻ കാണാനിടയായി. അതുപോലെ തന്നെ ഞാൻ അവിടെ ക്യാമറ കൊടുത്തില്ല. ഞാനിപ്പോൾ അവരോട് അകത്ത് ചെന്ന് ക്യാമറ കാണിച്ചു. അവിടെ ഒരു പാർട്ടി ഇരിപ്പുണ്ട്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തിനെ ഞാൻ കാണിച്ചു. ഇദ്ദേഹം ക്യാമറ കണ്ടതിന് ശേഷം പറഞ്ഞു ഇത് സെൻസറിലെ ഫംഗസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ ക്യാമറ വാങ്ങിയിട്ട് 1 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ നോക്കിയിട്ട് ഒന്ന് വാറണ്ടി കവർ ചെയ്യുന്നുണ്ടോ ഒന്ന് നോക്കാമോ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മീൻസ് അവർ ചെക്ക് ചെയ്യാനൊന്നുമില്ല, സീരിയൽ നമ്പർ നോക്കാനൊന്നും നിന്നില്ല. ഇദ്ദേഹം പറഞ്ഞത് ഇത് വാറണ്ടിയിൽ കവേർഡ് അല്ല, സെൻസറിൽ ഫംഗസ് വന്നാൽ വാറണ്ടിയിൽ കവേർഡ് അല്ല. ആക്ച്വലി അത് കറക്റ്റാണ്. പക്ഷേ അദ്ദേഹം അത് ചെക്ക് ചെയ്തോ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ചെക്ക് ചെയ്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഫംഗസ് ആയതുകൊണ്ട് നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഏകദേശം 1000 രൂപ ആണ് ഇതിൻ്റെ ചാർജ്. അതായത് 6 ലെയേഴ്സ് ഉണ്ട് സെൻസറിൽ. ഈ ലെയേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ 1000 റുപ്പീസ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഈ പുറത്ത് ഞാൻ കണ്ട ഈ സീനും എൻ്റെ മനസ്സിലുണ്ട്. ഇവരിങ്ങനെയാണിത് ഒരു ക്യാമറ കൈകാര്യം ചെയ്യുന്നതൊക്കെ കണ്ട ഒരു സീനും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പോൾ കയ്യിൽ പൈസയില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിന്നീട് തിരിച്ച് ചെന്നത് റൂമിൽ വന്നിട്ട് എനിക്ക് ഒന്നും കൂടെ നോക്കി Canon സർവീസ് സെൻറ്ററിന് മാത്രം അടിച്ചു കൊടുത്തു. എൻ്റെ അടുത്തുള്ളത് ഞാൻ കൊടുത്തില്ല രണ്ടാമത്തെ സെർച്ചിൽ. അപ്പോൾ Canonൻ്റെ മാസ്റ്റർ സർവീസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടി. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ എനിക്ക് മെട്രോയിൽ കയറി പോകണം ഇവിടെ എത്തണമെങ്കിൽ. അപ്പോൾ ഞാൻ അവിടെ നെക്സ്റ്റ് ഡേയിൽ, അതായത് ഇന്നലെ, ഈ മാസ്റ്റർ സർവീസ് സെൻറ്ററിൽ ചെന്നു. മാസ്റ്റർ സർവീസ് സെൻറ്ററിൽ അവർ ക്യാമറ കണ്ടു. അതിൻ്റെ സീരിയൽ, അതായത് കറക്റ്റ് ഒരു നമ്മുടെ കൊച്ചിയിലെയൊക്കെ സർവീസ് സെൻറ്റർ പോലെ വളരെ നല്ലൊരു സർവീസ് സെൻറ്റർ, ഫുൾ എയർ കണ്ടീഷൻഡ്, അതുപോലെ തന്നെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് എല്ലാം അവിടെയുണ്ട്. Canonൻ്റെ ഒറിജിനൽ സർവീസ് സെൻറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ എത്തി ഞാൻ അവിടെ സൈഡിലൊരു ബോർഡ് ഇരിപ്പുണ്ട്. ബോർഡിൽ എഴുതിയിട്ടുണ്ട് സെൻസർ ക്ലീനിങ്ങിന് 1000 രൂപ, ലെൻസിന് ഇത്ര രൂപ എന്ന ഒരു ബോർഡിൽ ഫിക്സഡ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവരും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ 1000 രൂപ ഇവിടെയും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ടോക്കൺ നമ്പർ വന്നു, ക്യാമറ കാണിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് കൂടെ തന്നെ ഞാൻ പറഞ്ഞു ഇത് 80D വാങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ,
അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് കൂടെ തന്നെ ഞാൻ ചോദിച്ചു, വാറണ്ടി നമുക്ക് 2 വർഷമല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതേ, വാറണ്ടി 2 വർഷമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഓക്കെ, ഇത് വാറണ്ടിയുടെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ സർവീസ് സെൻറ്ററിൽ ഞാൻ അവരോട് ഫംഗസ് ഉണ്ടോ എന്നൊരു സംശയം അവരോട് ചോദിച്ചില്ല. എനിക്കറിയാവുന്ന രീതിയിൽ തന്നെ, മീൻസ് എനിക്കിതറിയാം എന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചു. അതായത് സെൻസറിൽ കുറച്ച് ഡസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പൊടിയുണ്ട്, അത് ക്ലീൻ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. അവർ ഓക്കെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, വാറണ്ടി ഉണ്ട്, സെൻസറിൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ക്യാമറ വാങ്ങിച്ചു. മോർണിംഗ് 11:30 ക്യാമറ കൊടുത്തു. വൈകുന്നേരം 4:30 3 മണിയായപ്പോൾ എനിക്ക് ക്യാമറ തിരിച്ച് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഒരു 1000 രൂപയോളം പോകേണ്ടതായിരുന്നു അവിടെ, നമ്മൾ ഈ ഫ്രാഞ്ചൈസിയുടെ അടുത്ത് പോയിരുന്നെങ്കിൽ, ഫ്രാഞ്ചൈസിയെ വിശ്വസിച്ചിരുന്നെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഫ്രാഞ്ചൈസി ആണെങ്കിൽ പോലും കനോൺ വെബ്സൈറ്റിൽ കണ്ട, മീൻസ് ഞാൻ ഈ ഫ്രാഞ്ചൈസിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കനോണിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ്, കനോൺ ഇന്ത്യയുടെ. ഫ്രാഞ്ചൈസി ആണെങ്കിൽ പോലും നിങ്ങളുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 വീലറിൻ്റെ വില വരുന്ന ക്യാമറകളാണ് മിക്കത്. ഇപ്പോൾ 80D ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം 80,000 റുപ്പീസ് കൊടുക്കണം. നിങ്ങളുടെ 2 വീലറിന് കൊടുക്കുന്ന വിലയാണ്, അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ കൂടിയ ഫുൾ ഫ്രെയിം ക്യാമറയ്ക്കാണെങ്കിൽ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു 4 വീലറിൻ്റെ വിലയ്ക്ക് അടുത്ത് വരുന്ന വിലയാണ് നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി മുടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സർവീസ് ചെയ്യുമ്പോഴോ റിപ്പയർ ചെയ്യുമ്പോഴോ കാശിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും എവിടെ കൊടുത്ത് ക്യാമറ കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 5D Mark IIIക്ക് സംഭവിച്ച എന്താണെന്ന് പഴയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. അതായത് ഞാനിത് ഫംഗസ് വന്നു, കനോൺ സർവീസ് സെൻറ്ററിലും കാണിച്ച് അവർ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. വാങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയ ക്യാമറ എനിക്ക് വിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ഫ്രാഞ്ചൈസികളെ കണ്ണുമടച്ച് വിശ്വസിച്ച് കൊടുക്കാതിരിക്കുക. കനോൺ വെബ്സൈറ്റിൽ കണ്ടാൽ പോലും കുറച്ചും കൂടെ പൈസ മുടക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇച്ചിരി ദൂരെയാണെങ്കിൽ പോലും കനോണിൻ്റെ മെയിൻ സർവീസ് സെൻറ്ററിലൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് 1-2 ഇമെയിൽ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഓൺലൈൻ വഴി ഇന്ന ക്യാമറ വാങ്ങി, 80D ക്യാമറ വാങ്ങി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരുന്നു. അതുപോലെ തന്നെ എന്തോ പ്രശ്നമുണ്ട്, എനിക്കിത് റെക്ടിഫൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. പണ്ട് തൊട്ടേ നമ്മുടെ ചാനലിൽ പറയുന്നത്, നമ്മൾ ഓൺലൈൻ വഴി ക്യാമറ വാങ്ങാതിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ 2 വീലറിന് അല്ലെങ്കിൽ 4 വീലറിൻ്റെ വില വരുന്ന DSLR ക്യാമറകളാണ് നമ്മൾ മിക്ക ആൾക്കാരും വാങ്ങുന്നത്. അപ്പോൾ അതിന് റിപ്പയറിങ് സർവീസിംഗ് ഒക്കെ വരുമ്പോൾ സെയിം ഒരു കൺസിഡറേഷൻ നമ്മൾ ക്യാമറയ്ക്കും കൊടുക്കുക. ഒരു 100 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോശം സ്ഥലത്ത് കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ DSLR ക്യാമറ വാങ്ങുമ്പോൾ ഒരു 100 രൂപ 200 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാം എന്ന കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ വഴി കഴിവതും വാങ്ങാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാം. ഇപ്പം ക്യാമറയുടെ ലെൻസ് ആണെങ്കിൽ പോലും കുറഞ്ഞ ലെൻസൊക്കെ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ വില കൂടി ഏകദേശം 50,000-ന് മുകളിലൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഓൺലൈൻ വഴി വാങ്ങാതിരിക്കുക. എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറ്റിപ്പോയാൽ അത് നമുക്ക് പിന്നീട് അതിനെ പുറകെ നടക്കാനായിട്ട് ഒത്തിരി പാടായിരിക്കും. അപ്പോൾ കഴിവതും ക്യാമറയും ഒക്കെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോറൂമിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. മെയിൻ റീസൺ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ സമീപിക്കാം. അല്ലെങ്കിൽ 2 വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പോലും ക്യാമറ കൊടുത്തിട്ട് നമ്മുടെ കാശ് മേടിച്ചുകൊണ്ട് പോരാ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വില കൂടിയ സാധനങ്ങൾ ഓൺലൈൻ വഴി വാങ്ങാതിരിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനി വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങുക. ഇപ്പോൾ B&H ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് ഒരു വെബ്സൈറ്റാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് വില കൂടിയ ക്യാമറകൾ വാങ്ങുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ആമസോണിൽ തന്നെ കനോൺ, നിക്കോൺ എന്നീ പറയുന്ന കമ്പനികളുടെ ഡയറക്റ്റ് ലിസ്റ്റിംഗ് ഉണ്ട്. അവിടെ നിന്ന് വാങ്ങിയാലും പ്രശ്നമില്ലെന്ന് പറയാം. എങ്കിലും കഴിവതും നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. 1000 രൂപ കൂടുതലാണെങ്കിൽ പോലും അടുത്തു നിന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ആൾക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. അപ്പോൾ ഇത്രയും 2 കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ഫോട്ടോ എഡിറ്റിംഗ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.